ഹൈഫിൻ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് ടൂ വീലേഴ്സിൻ്റെ സെയിൽസ് ഡാറ്റ കൂടാതെ അദാനി പവറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അടക്കം പല പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ജോബ് ഡാറ്റ അടക്കം പ്രധാനപ്പെട്ട ഡാറ്റകൾ വരാനുള്ളതുകൊണ്ട് തന്നെ നിഫ്റ്റിയും സെൻസെക്സിൻ്റെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെ ആയിരുന്നു. സെൻസെക്സ് ഏകദേശം 260 പോയിന്റ് അപ്പായിട്ട് 80,502 ക്ലോസ് ചെയ്തത്. പക്ഷേ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. വെറും 12 പോയിന്റ് അപ്പായിട്ട് 24,346 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയും വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. 28 പോയിന്റ് അപ്പായിട്ട് 55,155 ക്ലോസ് ചെയ്തത്. ഓയിൽ ആൻഡ് ഗ്യാസ്, IT, ബാങ്കിങ് സെക്ടർ തുടങ്ങിയ സെക്ടറുകളിൽ വരുന്ന അദാനി പോർട്ട്, ബജാജ് ഫിനാൻസ്, SBI, ഇൻഡസ്ഇൻഡ് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഇവയൊക്കെ അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ IT സ്റ്റോക്കുകളായിട്ടുള്ള TCS, ഇൻഫി, HCL ടെക്കും ഏകദേശം 1% അപ്പായിരുന്നു. പിന്നെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിലും സ്മോൾ ക്യാപ്പ് 0.7%, മിഡ് ക്യാപ്പ് 0.1% അപ്പായിരുന്നു. FIസിൻ്റെ ഫണ്ട് അത്യാവശ്യം വരുന്നുണ്ട് മാർക്കറ്റിലേക്ക്. അത് തന്നെയാണ് ഈ മാർക്കറ്റിന് ഇപ്പോഴും പിടിച്ചിരുന്നത്. FIസിൻ്റെ ഫണ്ട് വരുന്നതുകൊണ്ട് തന്നെ റുപ്പി കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നുണ്ട്. ഇന്ന് ഏകദേശം 84 താഴെ പോയിട്ടുണ്ടായിരുന്നു $, റുപ്പി വിനിമയ നിരക്ക്. ഇതിൻ്റെ ഡാറ്റ വരാനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വോൾട്ടൈലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. ഇനി നാളെ മെയ് 3 ശനിയാഴ്ച വരാൻ പോകുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് നാളെ പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ റിസൾട്ടുകൾ നാളെ വരുന്നുണ്ട്. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ആദ്യത്തെ റിലയൻസ് പവറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. റിലയൻസിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള റിലയൻസ് NU സൺടെക് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് 25 വർഷത്തെ ഒരു പവർ പർച്ചേസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൽ 465 മെഗാവാട്ട് അല്ലെങ്കിൽ 1860 മെഗാവാട്ട് അവറിൻ്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ സോളാർ BESS പ്രൊജക്റ്റാണ്. അടുത്ത 24 മാസത്തിനുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് 10,000 കോടിയാണ്. മറ്റു 4 ബിഡേഴ്സിനെ ബീറ്റ് ചെയ്തിട്ടാണ് റിലയൻസ് NU സൺടെക് ഈ ഒരു പ്രൊജക്റ്റ് നേടിയെടുത്തത്. അനിൽ ധീരുഭായ് അംബാനിയുടെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണിത്. അനിൽ അംബാനിയുടെ അണ്ടറിലുള്ള പല കമ്പനികളും ഈ ഒരു തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ഇനി നമ്മൾ നോക്കാൻ വന്നത് ഇലക്ട്രിക് ടൂ വീലർ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ്. ഏപ്രിൽ 2025 TVS മോട്ടോഴ്സാണ് ഇലക്ട്രിക് ടൂ വീലർ സെയിൽസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അവരുടെ iQube ഇലക്ട്രിക് എന്നുള്ള മോഡൽ 19,749 യൂണിറ്റ്സ് സെൽ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ ഇപ്പോൾ ഏകദേശം 21.5% ആയിട്ടുണ്ട് അവരുടേത്. സെക്കൻഡ് വരുന്നത് ഓല ഇലക്ട്രിക് ആണ്. അവർ 19,709 യൂണിറ്റ് സെൽ ചെയ്തിട്ടുണ്ട്. അവരുടെ മാർക്കറ്റ് ഷെയർ തൊട്ട് താഴെ 21.47% ഇനി തേർഡുള്ള ബജാജ് ഓട്ടോ 19,011 യൂണിറ്റ്സ് സെൽ ചെയ്തിട്ടുണ്ട്. ഈ 3 കമ്പനികൾ എല്ലാ മാസവും മാറി മാറി വരുന്നുണ്ട് ടോപ്പ് കോമ്പറ്റീഷനിൽ. ഇനി അടുത്ത് വരുന്നത് ഏതർ എനർജിയാണ്. അവരുടെ IPO ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അവർ 13,173 യൂണിറ്റ്സാണ് കഴിഞ്ഞ മാസം സെൽ ചെയ്തിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ. എന്തായാലും ഈ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ ബജാജ്, TVS, ഓല ഈ 3 ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അവരുടെ സെയിൽസ് ഡാറ്റയിൽ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഓല ഇലക്ട്രിക്കിൻ്റെ ഒരു റോഡ്സ്റ്റർ X എന്നുള്ള മോട്ടോർ സൈക്കിൾ അതിൻ്റെ ഡെലിവറി അല്പം ഡിലേ ആയിട്ടുണ്ട്. മെയ്യിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരുന്നത് ഏപ്രിൽ 11 ഇറക്കും എന്നുള്ളതാണ്. അത് നടന്നിട്ടില്ല ഇതുവരെ. അതുകൂടാതെ ഓലയുടെ സെയിൽസ് ഡാറ്റയിൽ ഗവൺമെൻറ് പല സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ വാൻ പോർട്ടലിൻ്റെ രജിസ്ട്രേഷനും ഇവരുടെ സെയിൽസ് ഡാറ്റ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് HBL എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അവർക്ക് 145.83 കോടിയുടെ കവച് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ ഒരു ഓർഡറാണിത്. വെസ്റ്റേൺ റെയിൽവേയുടെ 48 സ്റ്റേഷനും 428 കിലോമീറ്റർ ഉൾപ്പെടുന്ന ഒരു ഓർഡറാണിത്. ഒരു മാസത്തിനുള്ളിൽ ലഭിക്കുന്ന അവരുടെ രണ്ടാമത്തെ കവച് കോൺട്രാക്റ്റാണിത്. ഏപ്രിലും അവർക്ക് ഈ ഒരു ഓർഡർ ലഭിച്ചിരുന്നു. ഇനി ടോട്ടൽ നോക്കുകയാണെങ്കിൽ 5 ഓർഡേഴ്സ് ഉണ്ട്. ടോട്ടൽ 413 സ്റ്റേഷൻസും 3,900 കിലോമീറ്റർ ഉൾപ്പെടുന്നത്. അതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 762.52 കോടിയുടെയാണ്. ഈ കവച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ്. അതായത് ട്രെയിനുകൾ കൂട്ടിമുട്ടുന്ന അവോയ്ഡ് ചെയ്യാനും കൂടാതെ റെയിൽവേയുടെ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ്. ഈ ഏറ്റവും പുതിയൊരു കോൺട്രാക്റ്റ് 18 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി മാർച്ചിൽ ഇവരുടെ ഒരു കൺസോർഷ്യം 500 കോടിയുടെ ഒരു റെയിൽവേ സേഫ്റ്റി കോൺട്രാക്ട്സ് ലഭിച്ചിരുന്നു. അതുകൂടാതെ ഭോപ്പാൽ ഡിവിഷനിൽ നിന്നൊരു 148.44 കോടിയുടെ ഓർഡർ ലഭിച്ചിരുന്നു. ഇനി ഡിസംബർ 2023 നോക്കുകയാണെങ്കിൽ അവർക്ക് 1,522 കോടിയുടെ ഒരു ഓർഡർ ചിത്രഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സിൽ നിന്ന് ലഭിച്ചിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് റെയിൽവേയുടെ ഓർഡർ ലഭിക്കുന്നുണ്ട് ഇവർക്ക്. ഇനി നമ്മൾ നോക്കാൻ വന്നത് ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടാണ്. ആദ്യം നോക്കാൻ വന്നത് സൊമാറ്റോയുടെയാണ്.
അവരുടെ പ്രോഫിറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. 78% താഴ്ന്ന് 39 കോടിയായിട്ടുണ്ട്. Q3 പ്രോഫിറ്റ് 173 കോടിയായിരുന്നു. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നല്ല ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അവരുടെ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിലേക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അവരുടെ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻ്റ് ആയിട്ടുള്ള ബ്ലിങ്കിറ്റ് വലിയ രീതിയിൽ അവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് ഡെലിവറിയിലും ചെറിയൊരു സ്ലോ ഡൗൺ വന്നിട്ടുണ്ട്. ഇതൊക്കെ കാരണമാണ് ഇവരുടെ പ്രോഫിറ്റ് പ്രധാനമായിട്ട് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ അവരുടെ ക്വിക്ക് കൊമേഴ്സിൽ വലിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇൻവെൻറ്ററി മോഡലിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി ആ ഒരു സെഗ്മെൻറ്റിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തായാലും എല്ലാ ക്വിക്ക് കൊമേഴ്സ് കമ്പനികളും വലിയ ലോസിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ മെയിനായിട്ടും എക്സ്പാൻഷനാണ് പ്രാധാന്യം കൊടുക്കുന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ടാണ്. അവരുടെ പ്രോഫിറ്റ് 14% വർദ്ധിച്ച് 1030 കോടിയായിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 8.3% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 2377 കോടിയായിട്ടുണ്ട്. ടോട്ടൽ ഇൻകം 13.7% വർദ്ധിച്ച് 7654 കോടിയായി. അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ ₹1.20 പിന്നെ ഒരു കാര്യം, അവരുടെ ഗ്രോസ് NPA കുറഞ്ഞിട്ടുണ്ട്. 1.84% ആയിട്ടുണ്ട്. നെറ്റ് NPA 0.44% ആയിട്ടുണ്ട്. അടുത്ത റിസൾട്ട് വരും ബീവറേജിൻ്റെയാണ്. അവരുടെ Q1 പ്രോഫിറ്റ് 35% ഇയർ ഓൺ ഇയർ വളർന്ന് 726.49 കോടിയായിട്ടുണ്ട്. റവന്യൂ 29% ഉയർന്ന് 5680 കോടിയായിട്ടുണ്ട്. എബിറ്റയും 28% വർദ്ധിച്ചിട്ടുണ്ട്. സെയിൽസ് വോളിയം വർദ്ധിച്ചിട്ടുണ്ട്. 30% വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ ടോട്ടൽ 312 മില്യൺ കേസസ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ഇവരുടെ ഇന്ത്യ ബിസിനസ് ഏകദേശം 15.5% വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ സൗത്ത് ആഫ്രിക്കയിലെ ബിസിനസ് അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഗ്രോസ് മാർജിൻ 171 ബേസിസ് പോയിൻറ്റ് കുറഞ്ഞ് 54.6% ആയിട്ടുണ്ട്. അവരും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 50 പൈസയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്.